കായൽ സൗന്ദര്യത്തിന്റെയും ദേശാടന പക്ഷികളുടെയും പറുദീസയാണ് കോട്ടയം കുമരകം. വേമ്പനാട്ട് കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ദിവസേന കുമരകത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി കുമരകത്തെ വിനോദസഞ്ചാര മേഖല ഒരു മന്ദഗതിയിലാണ്. എന്താണ് കാരണമെന്ന് നമുക്കൊന്ന് നോക്കാം. സാറേ, ഇപ്പൊ എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു ടൂറിസം മേഖല? പൊതുവെ ഒരു തണുപ്പാന്ന് കേട്ടു, അപ്പൊ ശരിയാണോ അത്? ടൂറിസം മേഖല പൊതുവെ കേരളത്തിലും ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ വളരെ സ്ലോ ആയി. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നില്ല. ഒരുപാട് അഡ്വർടൈസ്മെന്റും മാർക്കറ്റിങ്ങും ഒക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും അവർക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പരിസ്ഥിതി നന്നായിട്ട് കിടന്നാലേ അവർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനും സൈക്കിള് കയറാനും നടന്നു പോകാനും ഒക്കെയുള്ള വഴികൾ സജ്ജമാണ്. പുറത്തോട്ടൊക്കെ അങ്ങനെയാണല്ലോ. അവിടുത്തെ നടക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്, വണ്ടി പോകാനായിട്ടുള്ള സ്ഥലമുണ്ട്, സൈക്കിള് ചവിട്ടാനും സ്ഥലമുണ്ട്. അപ്പം ഇവിടെ വണ്ടി പോകാൻ മാത്രം സ്ഥലമുണ്ട്, അവിടെ നല്ല സ്പീഡിലുമാണ് വണ്ടി പോകുന്നത്. അപ്പം അന്നേരം അതിലൂടെ ഈ ഫോറിനേഴ്സ് ടൂറിസ്റ്റ് വരുന്നവർക്ക് പോകാനായിട്ട്, അതായത് അവർക്ക് ഫിയർലെസ്ലി നടക്കാനും സൈക്കിൾ ചവിട്ടാനുള്ള ആ ഒരു സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. ആ സൗകര്യങ്ങളുണ്ട് ഇല്ല. ഇപ്പം നമ്മുടെ സാധാരണ ഈ ലോക്കൽസിലാണെങ്കിൽ ഇപ്പം വഴിയെ പോകാൻ പേടിയാ. വഴിയിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ബിൽഡിങ്സ് അതൊക്കെ തൊട്ട് നമ്മുടെ പഞ്ചായത്ത് കാര്യങ്ങളൊക്കെ എല്ലാവരും ഇത് കാണുന്ന ഒരു സാധനത്തിന് അതിനൊരു പ്രതിവിധി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലോക്കൽസ് ആർ നോട്ട് ഹാപ്പി ആക്ച്വലി. അതുകൊണ്ട് സാമ്പത്തികം ഉള്ളവരോ അതിനുള്ള സൗകര്യം ഉള്ളവരോ ഇവിടുന്ന് കുമരകത്തുനിന്ന് വിട്ട് പുറത്തോട്ട് പോവുക. അതാണ് ഒരു ഇവിടുത്തെ പ്രശ്നം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു കുമരകത്തേക്കുള്ള ഒരു ടൂറിസ്റ്റുകളുടെ വരവ്? ടൂറിസ്റ്റിന്റെ വരവൊക്കെ കൊള്ളാം. പക്ഷേ ഡൊമസ്റ്റിക് ടൂറിസം ആണ് കൂടുതൽ, അതായത് പ്രവാസികളൊക്കെ ആയിട്ട് ഉള്ള ഒരു ടൂറിസമാണ് ഇപ്പം നടക്കുന്നത്. ഹൈ എൻഡ് ടൂറിസം ഇവിടെ നടക്കുന്നുണ്ട്. അത് വലിയ വലിയ റിസോർട്ടുകളിൽ അവർക്ക് അവരുടെ ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് അങ്ങനെ കയറി ഇറങ്ങി പോകുന്നു. അതാ നമ്മളിപ്പം ഇത് ആളുകൾ വരാത്തത് കാരണം നമ്മുടെ ജീവനക്കാർക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അവർക്ക് ശമ്പളത്തിന്റെ കാര്യത്തിലല്ലോ, നമ്മുടെ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണ്ടേ. ടൂറിസം അല്ലേ ഇവിടുത്തെ നമ്മുടെ കേരളത്തിന്റെ വരുമാന മാർഗം. അത് താഴോട്ട് പോകാൻ അനുവദിക്കാതെ തദ്ദേശീയ സ്ഥാപനങ്ങൾ ശ്രമിക്കുക, എങ്കിൽ ഇത് വളരും.